ABC is an isosceles triangle. നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ഉണ്ട്. ABC in which AB equal to AC. So these two sides are equal. ഇനി BA is produced to D. ഇത് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. And such that AD equal to AB. This length and this length are equal. ആ രീതിയിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. Show that angle BCD. So here comes D. ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്താൽ we'll get a 90 degree here. അതാണ് ഇപ്പൊ പ്രൂവ് ചെയ്യേണ്ടത്. Okay, so this is an isosceles triangle. ABC is an isosceles triangle. These two sides are equal. So the angles opposite to equal sides are equal. If it is x, this is also x. So I'll write it here. ഇത് x ആണെങ്കിൽ ഇതും x ആണ്. ഇനി ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ BA പ്രൊഡ്യൂസ് ചെയ്ത് ഡിയിൽ എത്തിച്ചു. ബട്ട് BAയും DAയും ഈക്വൽ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. BA is equal to DA and actually BAയും ACയും ഈക്വൽ ആണ്. So we can write this is equal to AC. DA equal to AC എന്നിപ്പോ കിട്ടി. ഈ DAയും ACയും ഇവിടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ സൈഡിൽ തല തിരിഞ്ഞ് ഇങ്ങനെ ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആക്ച്വലി നമ്മുടെ കയ്യിലുണ്ട്. ACD. ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആയിട്ട് വേറൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ഇപ്പൊ കയ്യിലുണ്ട്. ഇവിടെയും ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ഉണ്ട്. സോ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ ഇത് Y ആണെങ്കിൽ ഇതും Y ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? BCD. BCD ആ ഒരു ട്രയാങ്കിൾ, ആ വലിയ ട്രയാങ്കിൾ ഇപ്പൊ കിട്ടിയത് ഇങ്ങോട്ട് വരച്ചാല് ഇവിടെ B ഉണ്ട്, CD. ഈ ബിയിൽ ഇപ്പോൾ ഉള്ള ആംഗിൾ X ആണ്. ഇവിടെ മൊത്തം ഉള്ളത് X പ്ലസ് Y ആണ്. ഇനി കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് 180 ഡിഗ്രി. ബിക്കോസ് ഒരു ട്രയാങ്കിളിനകത്തുള്ള എല്ലാ ആംഗിൾസും ആഡ് ചെയ്ത് നമുക്ക് 180 ഡിഗ്രി കിട്ടണം. നവനീത് ഇതാ 180 കിട്ടണം. ഇനി X പ്ലസ് എല്ലാ ആംഗിൾസും എടുക്കുവാണ്. X പ്ലസ് ഇവിടുത്തെ ആംഗിൾ X പ്ലസ് Y പ്ലസ് ഈ ആംഗിൾ Y. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എനിക്ക് 180 കിട്ടണം. ബിക്കോസ് ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് ട്രയാങ്കിൾ. ഇതെന്താ ഇപ്പോ? X പ്ലസ് X 2X, Y പ്ലസ് Y 2Y, 180 ഡിഗ്രി ആയി. Here 2 is common. 2 എടുക്കാം. 2 times X plus Y ആണ്. ഇപ്പോ 180 ഡിഗ്രി. അപ്പൊ X plus Y എന്ന് പറയുന്നത് ഈ 2നെ നമ്മൾ നെക്സ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യണം. സോ 180 by 2 that is 90 ഡിഗ്രി എന്ന് കിട്ടും. സോ X plus Y is 90 ഡിഗ്രി. അത് തന്നെയായിരുന്നു പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. സി ആംഗിൾ BCD. Now angle BCD is X plus Y. That is 90 degree. ABC is a right angle triangle in which angle is 90 degree. നമ്മുടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഈ 90 ഡിഗ്രി വന്ന ഈ വെർട്ടെക്സ് ആണ് A എന്ന് പറഞ്ഞിരിക്കുന്നത്. പേര് ABC ആണ്. അപ്പൊ ഇത് B, ഇത് C എന്നിരിക്കട്ടെ. ഇനി ഇത് 90 ആണ്. AB equal to AC. AB equal to AC. These two sides are equal. ഇനി ഈ രണ്ട് ആംഗിൾസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇത് കണ്ടോ, ഈ രണ്ട് സൈഡ്സ് ആണ് ഈക്വൽ സൈഡ്സ് ഓഫ് ദിസ് ഐസോസ്ലെസ് ട്രയാങ്കിൾ. അവരുടെ ഓപ്പോസിറ്റ് കിടക്കുന്നവരും ഈക്വൽ ആവണം. ഇപ്പൊ ഇത് X ആണെങ്കിൽ ഇതും X ആണ്. ഇപ്പൊ ആഡ് ചെയ്ത് നോക്കിയാല് X പ്ലസ് 90 ഡിഗ്രി എടുത്താൽ നമുക്ക് കിട്ടേണ്ടത് 180 ഡിഗ്രി ആംഗിൾ സം ഓഫ് എ ട്രയാങ്കിൾ. ഇന്റേണൽ ആംഗിൾ എല്ലാം കൂടി കൂട്ടിയാൽ 180 കിട്ടണം. അപ്പൊ ഇതിൽ X പ്ലസ് X 2X ഈക്വൽ ടു ഈ 90നെ അങ്ങോട്ടും ഉണ്ടായാലും 180 minus 90 that is 90 degree.
So 2x ആണ് ഇപ്പോൾ 90. X will be 90/2. 45 degree. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് എളുപ്പമായിരുന്നത്. എക്സ് എടുത്തത് കൊണ്ട് കൺഫ്യൂഷൻ ആവണുണ്ടോ? അതോ ആംഗിൾ എ ബി സി അങ്ങനെ പറയുന്നതായിരിക്കും എളുപ്പം? അറിയില്ല. ബുക്കിലല്ല എ ബി സി ബി സി എന്നൊക്കെ പറഞ്ഞ പോകുന്നേ. ഇത് ചെയ്തിട്ട് ഓക്കെ ആണോ? ആർക്കും കുഴപ്പമില്ല. നവനീത് ഇടയ്ക്ക് കുറെ ക്ലാസ് മിസ്സായിരുന്നു. ഇപ്പൊ കണ്ടിട്ട് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഞാൻ മിസ്സാക്കിയിട്ടില്ല. ഇല്ലേ? ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നോ? ആന്നാ ഈ വീഡിയോ ഓഫ് ആക്കി ഇടുന്നോണ്ടാണ് എനിക്ക് മുഖം കണ്ട് പരിചയമില്ലാത്ത പോലെ തോന്നി. ഓക്കെ, അടുത്തത് തുടങ്ങാണ് കേട്ടോ. അതിന് കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല മാർക്കുണ്ട്. ഇനി ഇപ്പോഴും അങ്ങനെ ആവട്ടെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8. ഇവിടെ നമ്മുടെ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. ആംഗിൾസ് എല്ലാം 60 ആയിരിക്കുന്നു. നമ്മൾ എങ്ങനെ അത് പ്രൂവ് ചെയ്യുന്ന ചോദിച്ചേക്കുന്നേ. ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ് വരയ്ക്കാം. എ ബി സി ഈസ് ഈക്വിലാറ്ററൽ മീൻസ് AB equal to BC equal to AC. All these three sides are equal in length. ഇനി ട്രയാങ്കിളിന്റെ ഒരു പ്രോപ്പർട്ടി ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ അതാ ഇതിന്റെ ഓപ്പോസിറ്റ് എല്ലാ ആംഗിൾസും അപ്പൊ ഈക്വൽ ആവുമല്ലോ. ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. എല്ലാം ഞാൻ എക്സ് എടുക്കുകയാണ്. സോ എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് പ്ലസ് എക്സ് ദാറ്റ് ഇസ് 180 ഡിഗ്രി. So 3x ആണ് actually 180. 3 times x. So x is 180/3. 180/3 എന്ന് പറയുമ്പോൾ തന്നെ 60. ഇല്ലേ? ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ DBC രണ്ടുപേർക്കും ഒരു BC ഉണ്ട്. are two isosceles triangles on the same base BC. ഇപ്പൊ BC എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. BC ഉണ്ട്. ഇനി ഇതിനെ ബേസ് ചെയ്ത് രണ്ട് ഐസോസെലസ് ട്രയാങ്കിൾസ് ഉണ്ട്. വെർട്ടെക്സ് ഇനി വരാൻ പോകുന്നത് എയും ഡിയും ആണ്. വെർട്ടെക്സ് ഇനി വരാൻ പോകുന്ന ആൾക്കാര് അവര് ആൻഡ് വെർട്ടിസസ് എ ആൻഡ് ഡി ആർ ഓൺ ദ സെയിം സൈഡ് ഓഫ് BC. ഇപ്പൊ എ ഈ സൈഡിലാണെങ്കിൽ ഡി ഈസ് ഓൾസോ ഓൺ ദിസ് സൈഡ്. എയും ഡിയും ഇതേ സൈഡിലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയാണ് വരുന്നത്. സെയിം ബേസ് BC ആയിട്ട് നമ്മുടെ കയ്യിൽ രണ്ട് ഐസോസെലസ് ട്രയാങ്കിൾസ് ഉണ്ട്. ആൻഡ് ഈ രണ്ട് ഐസോസെലസ് ട്രയാങ്കിൾസിന്റെ തേർഡ് വെർട്ടെക്സ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ബേസ്. ഇപ്പൊ പറഞ്ഞ ബേസിന്റെ സെയിം സൈഡിലാണ് രണ്ട് വെർട്ടെക്സും വന്നത്. ഞാൻ ഇവിടെ ഇങ്ങനെ ലൈൻ വരച്ചിട്ട് ഇത് വരയ്ക്കാൻ റീസൺ ഉണ്ട്. കാരണം ഇത് ഐസോസെലസ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ വരയ്ക്കുന്ന ലൈന് ഇതിനെ പെർപെൻഡിക്കുലർ ബൈസെക്ട് ചെയ്യുന്നൊക്കെ നമ്മളിത് പഠിച്ചിട്ടുള്ളതാ. അപ്പൊ ഒരേ ലൈനിൽ ഇത് വരണം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെ വരച്ച് നോക്കി. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റും കൂടി വരയ്ക്കാം. ഇഫ് AD ഈസ് എക്സ്റ്റെൻഡഡ്, AD ആണ് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എയും ഇവിടെ ഡിയും ആണെന്ന് മനസ്സിലായി. ഇഫ് DA ഈസ് എക്സ്റ്റെൻഡഡ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു വന്നേനെ. ഇത് മാത്സിൽ അങ്ങനെയുണ്ട്. സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ച് നോക്കണം. അപ്പം AD ഈസ് എക്സ്റ്റെൻഡഡ് എന്ന് പറഞ്ഞപ്പോ AD എക്സ്റ്റെൻഡ് ചെയ്തത് BC ഒരു പോയിന്റിലോട്ട് കൊണ്ടുപോയിക്കാണ്. BC അറ്റ് ഇന്റർസെക്ട് ചെയ്യുന്നത് ഈ പോയിന്റ് P ആണ്. ഉണ്ടോ? ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ഫിഗർ എടുക്കുകയാണ്.
ഇപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് ഐസോസെലസ് ട്രയാങ്കിൾസ് ഉണ്ട്. ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ DBC. ഐസോസെലസ് ആണെന്ന് ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫിഗറിലും അങ്ങനെ തന്നെ എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഈക്വൽ സൈഡ്സ് വരുന്നത് AB യും AC യും ഈക്വൽ ആണ്. DB and DC are also equal. ഇതൊക്കെ ഈ ഫിഗറിൽ നിന്ന് തന്നെ കിട്ടും. ഇനി ആ സൈഡില് അപ്പർ പാർട്ട് ഇവിടെ വന്ന ഈ രണ്ട് കുഞ്ഞു ട്രയാങ്കിൾസ് ABD ആൻഡ് ACD, ഇവർ രണ്ടുപേരും ഈക്വൽ ആണോ എന്നാ നോക്കേണ്ടത്. നമുക്ക് നോക്കാം. എന്താ ഇതില് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് റീസൺസ്. AB ആൻഡ് AC ആർ ഈക്വൽ ബിക്കോസ് sides of an isosceles triangle ആണ്. So AB equal to AC. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു കേട്ടോ. AB equal to AC. ഗിവൺ ഡാറ്റയിൽ വന്നതാണത് ബിക്കോസ് ഇറ്റ് ഈസ് ഐസോസെലസ്. ഇനി വേറൊരു കാര്യം, BD കണ്ടോ, ഈ ട്രയാങ്കിളിന്റെ വേറൊരു സൈഡും ഈ സൈഡും ഈക്വൽ ആണ്. സോ BD equal to DC. ദാറ്റ് ഈസ് ഓൾസോ എ ഗിവൺ ഡാറ്റ. ഇനി നോക്കിക്കേ, ഈ രണ്ട് കുഞ്ഞു ട്രയാങ്കിൾസിലും കോമൺ ആയിട്ട് നടുക്ക് കിടക്കുന്ന ഒരു സൈഡാണിത് AD. കോമൺ സൈഡാണ്. സോ നമുക്ക് ഏത് റൂൾ എടുക്കാം? 3 സൈഡാണ് ഇപ്പൊ കയ്യിലുള്ളത്. സോ SSS റൂൾ എടുക്കാൻ പറ്റും. കോൺഗ്രുവൻസി ക്വസ്റ്റ്യൻ തന്നെ തന്നതുകൊണ്ട് ഈസിയാണ്. ADB. ഇനി ഇത് നമ്മൾ എഴുതാന്ന് വിചാരിച്ചോ, കോൺഗ്രുവന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും കൂടി പറഞ്ഞാല് AB കിടക്കുന്ന പൊസിഷനിൽ തന്നെയാണ് ഇവിടെ AC. കണ്ടോ, ABAC ഈക്വൽ. ഇനി BD കിടക്കുന്ന പൊസിഷനിൽ തന്നെ CDS. കണ്ടോ, അങ്ങനെ പൊസിഷൻ നോക്കി നോക്കി പോയാൽ മതി. AD. ഓക്കെ, ഈ സൈഡിലെ മുഴുവൻ വന്നു. APB ആൻഡ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് ഒരു ട്രയാങ്കിൾ ഉണ്ട് APC. ഇത് രണ്ടുമാണ് കോൺഗ്രുവന്റ് ആണെന്ന് ഇപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ABP ആൻഡ് ACP. അതിൽ നോക്കാം, ഈ രണ്ട് സൈഡ്സ് ഈ രണ്ട് ട്രയാങ്കിളിലും വരുന്ന ആൾക്കാരാ. അപ്പോ AB ഈക്വൽ ടു AC ഗിവൺ ഡാറ്റയാണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു സൈഡ് കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരാളതേ ഇവിടെ കിടപ്പുണ്ട്. ഇത് AP കോമൺ സൈഡാണ് ഫോർ ദീസ് ടു ട്രയാങ്കിൾസ്. സോ നമുക്ക് വേറൊരു സൈഡും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഈക്വൽ സൈഡ്സ് ഉണ്ട് അല്ലെ, ഈ വലിയ ട്രയാങ്കിൾ ഒറ്റയ്ക്ക് ഇങ്ങനെ എടുത്താല് BCA ഇങ്ങനെ ഒറ്റയ്ക്ക് എടുത്താല് ഇതിലിപ്പോ ഈ സൈഡും ഈക്വൽ ആണെന്നാണ് തന്നിരിക്കുന്നത്, ഐസോസെലസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയേ പറ്റുള്ളൂ, ബിക്കോസ് ഈ ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ്. അത് നമുക്ക് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ ഈ ആംഗിളും ഈക്വൽ ആയിട്ട് വരും, ബിക്കോസ് ദേ ആർ angles opposite to equal sides in a isosceles triangle. So angle ABC and angle ACB are equal. Okay, and reason എഴുതണ്ട, ഐസോസെലസിന്റെ പ്രോപ്പർട്ടി ആണല്ലോ. സോ വി ഗോട്ട് ആൻ ആംഗിൾ ഓൾസോ. ഇപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് സൈഡ് ഒരു ആംഗിൾ ഉണ്ട്, പക്ഷെ ഈ ആംഗിൾ എന്ന് പറയുന്നത് സൈഡിന്റെ ഇൻക്ലൂഡഡ് അല്ല. സോ SSA റൂൾ വെക്കാൻ പറ്റും. SSA. ഇതില് AP എന്ന് പറയുന്നത് ഈ ഫിഗർ തന്നെ കാണാം. ഈ AP ഈ രണ്ട് ആംഗിൾസിനെയും ബൈസെക്ട് ചെയ്ത് ഈക്വൽ ആയിട്ടാണ് ഇത് രണ്ടും കിടക്കുന്നത് എന്നാണ് ഇപ്പൊ പ്രൂവ് ചെയ്യേണ്ടത്. കണ്ടോ, ആംഗിൾ A ആൻഡ് ആംഗിൾ D. അപ്പോ ആദ്യം ഇത് നമുക്ക് പറ്റും, കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഒരു കോൺഗ്രുവൻസി ഈ റൂളില്ലേ, ട്രയാങ്കിൾ ABP is congruent to triangle ACP. ഇത് നമ്മളിപ്പോ തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്ത് വെച്ചതാ. ഇവർ രണ്ടും കോൺഗ്രുവന്റ് ആയപ്പോ ഇവിടെ A എന്ന് പറയുന്ന പൊസിഷനിൽ വരുന്നത്, അതായത് A എന്ന് പറയുന്ന വെർട്ടെക്സില് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ട്രയാങ്കിളിൽ കിടക്കുന്ന ആംഗിൾ ഇങ്ങനെയായിരിക്കും. ആംഗിൾ BAP. BAP. ഇവിടെ A കിടക്കുന്ന അതേ പൊസിഷനിൽ കോൺഗ്രുവൻസി എഴുതിയപ്പോ ഇവിടെ A കിടക്കുന്ന ആളും A തന്നെയാണ്. ദാറ്റ് മീൻസ് ഈ ട്രയാങ്കിളില് A എന്ന് പറയുന്ന വെർട്ടെക്സ് കിടക്കുന്ന ആംഗിൾ എഴുതുമ്പോ ഇങ്ങനെ എടുക്കാം, CAP.
ഇത് രണ്ടും ഈക്വൽ ആണ്. ഫ്രം ദിസ് കോൺഗ്രുവൻസി റൂൾ നിന്ന് കിട്ടും. ഇതിന്ന് മനസ്സിലാക്കാം AP ബൈസെക്ട്സ് ആംഗിൾ എ. ഇതില് A കൊടുക്കുന്ന അതേ പൊസിഷനിൽ ഇവിടെയും A ആണ്. കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കാറുണ്ടല്ലോ. ഇവിടെ A കിടക്കുന്ന അതേ പൊസിഷനിൽ ഇവിടെ A ആണ്. ദാറ്റ് മീൻസ് ഈ ആംഗിളും ഈക്വൽ ആണ്. ഇപ്പൊ ഞാൻ സപ്പോസ് ഇത് X എന്ന് എടുത്താൽ ഇതും X ആണ്. സോ ഇത് എവിടുന്നാ വന്നത്? ഇത് രണ്ടും ഇങ്ങനെ കമ്പൈൻ ചെയ്ത് ഒന്നിച്ചിരുന്ന ആൾക്കാർ അതെ ഇവിടെ. ആക്ച്വലി ഇത് X ആണെങ്കിൽ ഇതും X ആണെന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇത് രണ്ടും ഈക്വൽ ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരികയാണ്. സോ വി ക്യാൻ സേ AP ബൈസെക്ട്സ് ആംഗിൾ A. ഇപ്പൊ ഓക്കെ ആയോ? ഒരു ആംഗിൾ ഇങ്ങനെ ഞാൻ വെറുതെ വരച്ചു. ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് പറയാ ഇപ്പൊ AP BC എന്നൊക്കെ പേരിട്ടു. എന്നിട്ട് പറയാണ് AP ബൈസെക്ട്സ് ആംഗിൾ A എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇതല്ല. ഇത് Y ആയാൽ ഇതും Y ആണ്. അതല്ലേ അതിന്റെ മീനിങ് വരിക? അത് തന്നെ ഇങ്ങോട്ട് നമ്മൾ നേരെ തിരിച്ചാലോചിക്കുക. ഇത് X ആണെങ്കിൽ ഇതും X എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ AP ഇവരൊന്നിച്ച ഇവിടെ. അപ്പൊ AP ഇതിനെ ബൈസെക്ട് ചെയ്ത് പോയി എന്നാണ് അർത്ഥം. ഇത് ഓക്കെ ആണോ? തേർഡ് പാർട്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കഴിഞ്ഞില്ല. എല്ലാവരുടെയും സംശയം കഴിഞ്ഞോ? അടുത്ത തുടങ്ങാണ്. ഏത്? ആംഗിൾ A മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒരാളും കൂടി കിടപ്പുണ്ടേ. ആംഗിൾ D. ഇത് ഇവിടെ കിടക്കുന്ന ആംഗിൾ ആണ് ഈ ആംഗിൾ D. ഇവിടെ കാണുന്നില്ല. ഇവിടെ DD. ഇത് ഇനി പ്രൂവ് ചെയ്യാൻ പോവാം. ഇനി എല്ലാരും മ്യൂട്ടാക്കിട്ടോ കേട്ടോ. പറഞ്ഞുതരാം. ഇപ്പോ ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്താണ് ഈ ലൈൻ പോകുന്നതെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത അതേ പരിപാടി. ഇവിടെ ഇപ്പോ ഈ ആംഗിൾ എനെ ബൈസെക്ട് ചെയ്താണ് ഈ ലൈൻ പോയെന്ന് കിട്ടിയത് എവിടുന്നാ? ഇങ്ങനെ കോൺഗ്രുവൻസി കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് പോയത്. അതേപോലെ ഈ ആംഗിൾ ഇത് ബൈസെക്റ്റിംഗ് ലൈൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇപ്പുറത്ത് രണ്ട് സൈഡ് കാണുന്ന ട്രയാങ്കിൾസ് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. ഇതാ ട്രയാങ്കിൾ ഇങ്ങനെ കിടക്കുന്ന ഒരാളുണ്ട് അവിടെ. BPC ഇത് D. ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. നമ്മുടെ ശരിക്കുള്ള ഫിഗറിന്റെ ഏറ്റവും താഴ്ഭാഗത്തുള്ളത് രണ്ടെണ്ണം ഞാൻ ഇങ്ങോട്ട് വരച്ചതാ. ഇവിടെ ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഈക്വൽ ആണ്. BDയും DCയും ഈക്വൽ ആണെന്നൊക്കെ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. ഇത് കോമൺ ആണെന്ന് നമുക്കറിയാം. ഇനി ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഇത്, ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് എഴുതി നോക്കാവേ. ഇപ്പൊ ഓൾറെഡി ഗിവൺ ഡാറ്റയാണ് BD ഈക്വൽ ടു DC. ഒരു സൈഡ് അത് ഗിവൺ ഡാറ്റയിൽ വന്നതാണ്. ഇനി DP എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പൊ വേറൊരു സൈഡ് കിട്ടി. ഇനി വരുന്നത് ആംഗിൾ DCP ഈക്വൽ ടു ആംഗിൾ DBP. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ ഒരു ആംഗിളും കിട്ടി. ഇനി ഈ പറഞ്ഞ സൈഡ് അതിന്റെ നടുക്കല്ല ഈ ആംഗിൾ. നമ്മളപ്പോ എടുക്കും SSA. രണ്ട് സൈഡ് ഒരു ആംഗിളും ഉണ്ട്. ബട്ട് ആംഗിൾ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ആംഗിൾ. അപ്പൊ SSA റൂൾ എടുക്കാൻ പറ്റും. ട്രയാങ്കിൾ BPD ട്രയാങ്കിൾ CPD. ഞാൻ ഇപ്പൊ സ്പീഡിൽ എഴുതി. കോൺഗ്രുവൻസി ഒത്തിരി ആലോചിക്കണ്ട. കാരണം BD കിടക്കുന്നിടത്ത് DC ഉണ്ടോ? ഉണ്ട്. BD കിടക്കുന്ന സ്ഥലത്ത് CD ആണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ അതായിരുന്നു. അത് ഓക്കെയാണ്. DP കോമൺ ആണോ? DP കിടക്കുന്നിടത്ത് DP ഉണ്ടോ? ഉണ്ട്. ഇനി ആംഗിൾ DCP C ആണ് വെർട്ടെക്സ് അവിടെ. അതേ പൊസിഷനിലാണോ? ഇവിടെ ഈ ആംഗിളിന്റെ വെർട്ടെക്സ് B ആണ്. ഇവിടെ B കിടക്കുന്നത് കണ്ടോ? ഒരേ പൊസിഷനിലാണ്. സോ ഈ കോൺഗ്രുവൻസി റൂൾ ഓക്കെയാണ്. ഇനിയാണ് നമ്മുടെ കാര്യം. കാരണം ഈ ലൈന് ഈ ആംഗിൾ Dനെ ബൈസെക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെന്ന് വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റെപ്പ് നമുക്ക് ഇനി തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ വേണമെങ്കിൽ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് മാറ്റിയെടുത്ത് വരയ്ക്കാം. എന്നാൽ കുറച്ചും കൂടി കൺഫ്യൂഷൻ മാറാമെന്ന് വിചാരിക്കാം. BP ഇത് P ആണ്, ഇത് D. ഇവിടെ D ഉണ്ട്, ഇവിടെ P ഉണ്ട്, C ഉണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസ് ഇപ്പൊ കോൺഗ്രുവന്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന ആംഗിളും ഇവിടെ വന്ന ആംഗിളും ഈക്വൽ ആവണം.
CPCT വെച്ച് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആവണം. ദാറ്റ് മീൻസ് ദിസ് ലൈൻ ബൈസെക്ട്സ് ദിസ് ആംഗിൾ. ഈ ലൈൻ എവിടുന്നാ തുടങ്ങിയത്? ആക്ച്വലി ദിസ് ഇസ് എ പാർട്ട് ഓഫ് DP എന്ന് പറയുന്നത്. ദിസ് ഇസ് എ പാർട്ട് ഓഫ് ദിസ് AP. ഈ APയുടെ ഒരു പാർട്ടാണ് ഈ DP. സോ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എഴുതാം AP ബൈസെക്ട്സ് ആംഗിൾ D. ഇനി എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് ഡൗട്ട് ചോദിച്ചോ. ACP ന്ന് നമ്മള് ഇവിടെ സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. കാര്യമാണ് ABP ആൻഡ് ACP. ഇവിടെ BP കിടക്കുന്ന പൊസിഷനിൽ ഇവിടെ കിടക്കുന്നത് CP ആണ് കേട്ടോ, സൈഡ്സ്. ഒന്നും കൂടി പറയാം, കോൺഗ്രുവൻസി എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷൻ നോക്കണം. ഇവിടെ സെക്കൻഡും തേർഡും BP, ഇവിടെ സെക്കൻഡും തേർഡും CP. സോ വി ക്യാൻ സേ BP ഈക്വൽ ടു CP CPCT, corresponding parts of congruent triangles. That means ഈ പോയിന്റ് P bisects BC. BC എന്ന് പറയുന്ന ലൈനിനെ ബൈസെക്ട് ചെയ്ത പോയിന്റ് ആണ് ഇപ്പൊ ഇത് P. കാരണം ഇതിന്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഈക്വൽ ലെങ്ത് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം, ഇവിടെ P കിടക്കുന്ന അതേ പൊസിഷനിലാണ് ഇവിടെയും P, അല്ലെ? അപ്പൊ നമ്മൾ ഇപ്പൊ പ്രൂവ് ചെയ്ത ഈ കോൺഗ്രുവൻസി നമുക്ക് ഇപ്പൊ മുമ്പ് ചെയ്ത പോലെ ഒന്നും കൂടി ഇങ്ങോട്ടൊന്ന് വരച്ച് നോക്കിയാ, ദാ ഈ രണ്ട് ട്രയാങ്കിൾസ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചു. BPA ആണിത്, ഇത് APCയും. ഇനി ഈ കോൺഗ്രുവൻസി റൂൾ നോക്കുമ്പോ P കിടക്കുന്ന പൊസിഷൻ ഇവിടെയുള്ള രണ്ട് ആംഗിൾസും ഈക്വൽ ആവണം. X ആയാൽ മറ്റേ ആളും X ആയേ പറ്റുള്ളൂ. ബിക്കോസ് അതും CPCT എന്ന് വരുന്നതാ. അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റും, ആംഗിൾ APB ഈക്വൽ ടു ആംഗിൾ APC CPCT. ആ നമ്മളിപ്പോ എഴുതി വെച്ച കോൺഗ്രുവൻസി റൂളിന്റെ ബാക്കിയാണ് ഇതൊക്കെ. അപ്പൊ ഇത് രണ്ട് ആംഗിൾ ഈക്വൽ ആയി. APB plus angle APC, we should get 180 degree because linear pair ആണ് അവര്. They are linear pair. BC എന്ന് പറയുന്ന ഒരു സൈഡിൽ നിന്നാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. സോ ഇപ്പൊ ഇത് രണ്ട് ഈക്വലും ആണ്, സം 180 ആണെന്ന് പറഞ്ഞാൽ we can say APB equal to APC equal to 180 by 2, that is 90 degree. ഇപ്പൊ ഈ ആംഗിൾ 90 ആണെന്നും കിട്ടി, ബൈസെക്ട് ചെയ്യുന്നുണ്ടെന്നും കിട്ടി. സോ നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് പറഞ്ഞാല് AP is perpendicular bisector of BC. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് P bisects BC and these two angles are 90, ഇത് രണ്ടും കൂടി ഒന്നിച്ച് എഴുതിയതാണ് ഇപ്പൊ അവസാനത്തെ.